ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോസേജ് ചില്ലി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് നൈറ്റിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ആദ്യം തന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത്ര സോസേജസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രോസൺ ആയിരിക്കുമല്ലോ, അതൊന്ന് തണുപ്പ് പോകാൻ വേണ്ടി വെച്ചതിന് ശേഷം ഇങ്ങനെ എടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒരു മാരിനേഷന് വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. നമുക്കിതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഞാൻ വേണ്ടത്ര നമുക്ക് സ്പൈസസ് പൗഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഒരു ചെറിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ്. ദെൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. ദെൻ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ഒലിവ് ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഞാൻ ഒലിവ് ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാനതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സോസ് മുകളിലായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ സോസേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ മതി, അത് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ ആക്കിയെടുത്തതാണ് കേട്ടോ. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല ജസ്റ്റ് ഇതുപോലെ ഒന്ന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതിവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ ഓവനിൽ ജസ്റ്റ് ഒന്ന് അതിനൊന്ന് ചൂടാക്കി എടുക്കാറുണ്ട്. ഡയറക്റ്റ് ഞാൻ പാനിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പെട്ടെന്ന് ഇതായി പോകുന്നൊരു സംഭവമാണല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ചിട്ടൊന്ന് ഉള്ളൊക്കെ ഒന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സോസേജ് ഇവിടെ ഒന്ന് ജസ്റ്റ് ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനൊരു പാൻ വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ കത്തിച്ച് ജസ്റ്റ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക്കാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. നമ്മൾ വെളുത്തുള്ളിയുടെ എമൗണ്ട് കൂട്ടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായി ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു ഗാർലിക്ക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് നന്നായി തിന്നായി കട്ട് ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ക്യാപ്സിക്കം, നമ്മളെ സോസേജിനനുസരിച്ചിട്ട് നമുക്ക് ക്യാപ്സിക്കം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്യാപ്സിക്കവും കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സോസേജ് ജസ്റ്റ് ബേക്ക് ആയിട്ടുള്ളത്. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇടാൻ, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടിടാൻ. ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക്. ഇനി അതിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ട് വേവട്ടെ. നമ്മളെ ക്യാപ്സിക്കവും ഗാർലിക്കിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇതിൽ പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു പോകുമൊന്നും വേണ്ട കേട്ടോ ക്യാപ്സിക്കം. അത് അങ്ങനെ കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് ശേഷം നന്നായി എല്ലായിടത്തും മസാല ഒക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സോയ സോസ് ഉണ്ടല്ലോ, ഡാർക്ക് സോയ സോസ് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓവർ ആവാതെ ശ്രദ്ധിക്കണം. ഒരു ചെറിയ ടേബിൾ സ്പൂണോളം നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കെച്ചപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മളെ മസാല ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ഇച്ചിരി കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷമാണ് ഞാനിവിടെ നമ്മൾ കോൺഫ്ലവറിൻ്റെ ഒരു മിക്സ്, ഒരു 2 ടേബിൾ സ്പൂണും കോൺഫ്ലവർ സാധാ വെള്ളത്തിൽ മിക്സ് ചെയ്തത് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അത് തിക്കായി വരും കേട്ടോ. അപ്പോൾ നമ്മളെ ചില്ലി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ടയിൽക്കും ചപ്പാത്തിയിൽക്കൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഷഫ്ല.